ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുൻപ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അലീന പോയ സങ്കടത്തിലാണ് മനു കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. രാത്രിയിലെത്തുമ്പോഴും മനുവിൻ്റെ മനസ്സ് നിറച്ച് അലീനയുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും നേരമായിട്ട് അലീന തന്നെ ഒന്ന് കോള് പോലും ചെയ്തില്ല. അതിൻ്റെ ഒരു വിഷമം മനുവിന് നന്നായിട്ടുണ്ട്. അങ്ങനെ സങ്കടത്തോടെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് സ്റ്റാൻലിയുടെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയ അലീന ഭയങ്കര വിഷമത്തോടെ വന്ന് ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, താൻ ആകപ്പാടെ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ഇവിടെ ആരുമില്ല, എന്തൊക്കെയോ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പം അലീന ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതുവരെ മനുവേട്ടനെ വിളിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നേരമായില്ലേ, ഞാൻ വിളിക്കുമെന്നും കാത്തിരിക്കുമായിരിക്കും മനുവേട്ടൻ എന്ന് വിചാരിച്ചുകൊണ്ട് അലീന മനുവിനെ കോൾ ചെയ്യുകയാണ്. ഈ സമയത്ത് മനുവും അലീനയുടെ കോളിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് കോൾ വരുന്നത്. പെട്ടെന്ന് മനു ഫോൺ എടുക്കുന്നുണ്ട്. അലീന എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് മനു ഫോൺ എടുക്കുന്നത്. അപ്പം അലീന പറയുന്നുണ്ട്, മനുവേട്ട എനിക്കിതുവരെ വിളിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ വന്ന് പുതിയൊരു വീടും സാഹചര്യമൊക്കെ അല്ലേ, അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്ത്, അതുകൊണ്ട് വിളിക്കാൻ ലേറ്റായെന്ന് പറയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അവിടെ എങ്ങനെയുണ്ട്, അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ ഒരു സാഹചര്യം അല്ല, ഇവിടെ മറ്റൊരു സാഹചര്യമാണ്. എല്ലാത്തിനും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ പോലും നിയമങ്ങളാണെന്ന് പറയാണ്. അപ്പം മനു കുറച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്, ഞങ്ങളാരും നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലല്ലോ, നീ സ്വയം പോകാൻ തീരുമാനിച്ചല്ലേ. അപ്പം മനുവേട്ടൻ അറിയാമായിരുന്നോ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന്, എൻ്റെ പപ്പ എടുത്തിട്ടൊക്കെ വരുന്നതെന്ന് മനുവേട്ടന് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു, അങ്കിളിനോട് ഞാൻ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. പിന്നെ നിന്നോട് കാര്യങ്ങളൊക്കെ അങ്കിൾ തന്നെ പറയട്ടെ എന്ന് വെച്ചു, അതാണ് ഞാൻ മിണ്ടാതിരുന്നതെന്ന് പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഷോക്കായിരുന്നു മനുവേട്ട. ഇവിടെ നമ്മൾ അവിടുത്തെ പോലെ ഒരു സാഹചര്യമല്ല, കാട്ടിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ടുവന്ന് ഒറ്റയ്ക്കാക്കിയ പോലൊരവസ്ഥയാണ്, എനിക്ക് ഒറ്റപ്പെട്ട അവസ്ഥയാണ് മനുവേട്ട. ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട പോലെയാണ് മനുവേട്ടൻ എൻ്റെ കൂടെ തന്നെ കാണണേന്ന് പറയാണ്. അപ്പം മനു പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഞാൻ ഇങ്ങനെ ദൂരെയാണെങ്കിലും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ദൂരെയാണെങ്കിലും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നും പറഞ്ഞ് മനു ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ കോൾ ചെയ്താൽ മതി, ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് പറയുകയാണ്. അച്ഛൻ അങ്ങ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി, അച്ഛന് നല്ല വിഷമമായിരുന്നു എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിനെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതങ്ങനെയായിരിക്കുമല്ലോ, അങ്കിളിന് അത്ര പ്രിയപ്പെട്ടവളായിരുന്നല്ലോ നീ എന്ന് മനു പറയുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് മനുവേട്ടൻ എന്നെ വിളിക്കണേ, എനിക്കിവിടെ ആകപ്പാട് പേടിയാവുന്നു, ഒറ്റപ്പെട്ട പോലെ, ആരും ഇല്ലാത്ത പോലെ എന്നൊക്കെ പറയുകയാണ്. നീ വിഷമിക്കേണ്ട, എന്തൊക്കെ പറഞ്ഞാലും അത് നിൻ്റെ പപ്പയല്ലേ, നിനക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് അങ്കിളിന് തോന്നിയ സ്ഥലം, അവിടെ നീ സുരക്ഷിതയായിരിക്കും, വിഷമിക്കേണ്ട, എന്തുണ്ടെങ്കിലും വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെക്കുവാണ്. അലീന ആകപ്പാടെ ടെൻഷനിലും വിഷമത്തിൽ തന്നെയാണ്. അങ്ങനെ മനു അകത്തേക്ക് കയറുമ്പം അങ്ങോട്ട് വല്യച്ഛൻ വരുന്നുണ്ട്. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മനു വൈജയന്തിയെ കൊണ്ടാക്കിയെന്ന് ചോദിക്കാൻ. കൊണ്ടാക്കി, എങ്ങനെയുണ്ട്? ഓ, എന്താ ആൻറ്റിക്കൊരു മാറ്റമില്ല, പഴയതുപോലെ സാമ്രാജ്യം പിടിച്ചടക്കിയ പോലെ ഭരണമൊക്കെ തുടങ്ങി, ആകപ്പാടെ ബഹളം, ഇനി അങ്കിള് വരുമ്പോഴറിയാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയാണ്. നീ അലീനയെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇല്ല, കണ്ടില്ല, അവൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കവിടെ ചെല്ലണമെന്നും അവളെ കാണണമെന്നും യാത്രയാക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല, അതിനെൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന് മനു സങ്കടത്തോടെ പറയാണ്. അപ്പോൾ ഗംഗാധരനെ മനസ്സിലാവുന്നുണ്ട് മനുവിന് എന്തുമാത്രം അലീനെ ഇഷ്ടമാണെന്ന്. നീ വിഷമിക്കേണ്ടടാ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ അവിടെ പോയി കാണാമല്ലോ, നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്നത്. എനിക്കൊരു വിഷമമില്ല, എനിക്കെപ്പോൾ വേണമെങ്കിലും അവളെ കാണാം, ഞാൻ പോയി കാണുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവനും കമലയും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആഹാരം കഴിക്കാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, വൈജി അവിടെ കൊണ്ടാക്കിയോ, അലീനെ നീ കണ്ടോ, അവൾ പോയോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവളുടെ കാര്യമൊക്കെ ഇനി അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്ന് കമല ചോദിക്കുന്നുണ്ട്. അവൾ അവിടുന്ന് പുറത്താക്കി, പിന്നെ അവളാണെങ്കിൽ മറ്റവൾക്ക്, എൻ്റെ ഹരിമോനെ ചതിച്ചവൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തവളാണ്. എൻ്റെ ഹരിമോനെ വളയ്ക്കാൻ നോക്കിയിട്ട് അവൾക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അവൾ എൻ്റെ മോനെ പീഡന കേസിൽ അകപ്പെടുത്തി, അതിന് കൂട്ടുന്നത് മറ്റവൾ. അവളുടെ സ്വഭാവം പറയാതിരിക്കുക ഭേദം. അവിടുത്തെ വേലക്കാരിയായിട്ട് ചെന്നിട്ട് അവിടുത്തെ മേഡത്തെ അങ്ങ് അടിച്ച് പുറത്താക്കി, എന്നിട്ട് അവിടുത്തെ സാറുമായിട്ട് അവിടെ താമസമായിരുന്നു. എന്താ പറഞ്ഞത് അവളുടെ മോളാണ്, ബാലചന്ദ്രൻ്റെ മോളാണെന്ന്. മോളും അല്ല ഒന്നുമല്ല, ഇത് വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായി അലീനെ സംസാരിക്കുമ്പോൾ അതങ്ങോട്ട് മനുവിനെ ഇഷ്ടപ്പെടുത്തില്ല. മനു ആണെങ്കിൽ ദേഷ്യമൊക്കെ ചെല്ലുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോത്തിൻ്റെ കുഴപ്പമാണ്, എന്തിനാ ആവശ്യമില്ലാതെ അലീനെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ചൂടായി ചെല്ലിയാണ്. അപ്പം മനുവിൻ്റെ ആ ഭാവവും നോട്ടമൊക്കെ കാണുമ്പോൾ കമലയൊന്ന് ഭയക്കുന്നുണ്ട്. നീ എന്താടാ എന്നെ ചോദ്യം ചെയ്യുവാണോ, എന്താ ആവശ്യം വന്നാൽ ചോദ്യം ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട വന്നാൽ ചോദ്യം ചെയ്യും എന്നും പറഞ്ഞു മനു അങ്ങ് ദേഷിക്കുകയാണ്. അപ്പം
കമലെടുത്ത് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അമ്മ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷിച്ച് മനു അങ്ങ് കയറി പോവുകയാണ്. അപ്പം ശിവശങ്കർ ചോദിക്കാൻ, നിനക്ക് എന്തത്തിൻ്റെ കുഴപ്പം? നീ എന്തിനാ ആവശ്യമില്ലാതെ അവനോട് മണ്ടയ്ക്കോട്ട് കയറാൻ ചെല്ലുന്നത്? അവൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കമലങ്ങ് ചൂടായിട്ട് പറയാം, അല്ലെങ്കിലും എനിക്കറിയാം അവളെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും നോവും. അതിലൊരുത്തൻ അവൻ കെട്ടാതിരിക്കുന്നവളല്ലേ, കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ഞാൻ കേട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുന്നിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, ഇനി എന്താ വന്നാലും ഇവൾ നന്നാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മനു മുറിയിൽ ചെന്നിരുന്ന് അലീനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ഭയങ്കര സങ്കടമുണ്ട് അലീന പോയതിനെക്കുറിച്ച്. അലീന ഈ സമയത്ത് മുറിയിലിരുന്ന് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ആരും ഇല്ലാത്ത പോലെ ഒരവസ്ഥ. ആ അവസ്ഥയിലൂടെയാണ് അലീന ഇപ്പം കടന്നു പോകുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കാൻ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകും? അവിടെ വൈജയെ ഫേസ് ചെയ്യണം. വൈജയുടെ അഹങ്കാരം കാണേണ്ട വരുമോ എന്നൊക്കെ ആലോചിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടത്തിലാണ്.